മനസ്സിന് സമാധാനം തരുന്ന ഒരു മണം. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വർത്താകുമ്പോൾ ഒരു സന്തോഷമില്ലേ, ഒരു മനസ്സിനൊരു ഒരു എനർജി കിട്ടുന്ന ഒരു മണമാണ്. അപ്പോൾ ഒരു മില്യണയറിന്റെ ഒരു ക്യാബിൻ എന്തായിരിക്കും അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അതാണ് ഇതിന്റെ മണം എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ, ഇത് പ്രൊജക്ഷൻ ആണ് എനിക്ക് പറയേണ്ടത്. ഭയങ്കര പ്രൊജക്ഷൻ ആട്ടോ ഇത്, ഹെവി ആയിട്ടുള്ള പ്രൊജക്ഷൻ ഇതിന്. ഞാനിത് 2 സ്പ്രേ അറബിയാത്ത് പ്രസ്റ്റീജ് മർവ ഏറ്റവും അധികം ഈ ദിവസങ്ങളിൽ എന്നോട് ചോദിച്ച ഒരു പെർഫ്യൂമാണ്. ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്തു. ട്രൈ ചെയ്തിട്ട് കോംപ്ലിമെന്റ്സ് കിട്ടി. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇതെങ്ങനെ ആണ്, ഇതിന്റെ നാട്ടിലെ പെർഫോമൻസ്, മണം എങ്ങനെയാണ്, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചു. ഇനി ചോദിക്കരുത്, സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിന്റെ ബോക്സ് ഡിസൈൻ. ബോക്സ് വളരെ വലിയൊരു ബോക്സ് ആണ്, കണ്ടില്ലേ, വലിയൊരു ബോക്സ് ആണ്. വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നോട്ടും കാര്യങ്ങളും, കുറച്ച് എഴുത്ത്. ബാച്ച് കോഡ് BN025H025S അതാണ് ബാച്ച് കോഡ് വരുന്നത്. വില കൂടുന്നതിനനുസരിച്ച് ബോക്സിന്റെ പ്രസന്റേഷൻ കുറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വില കുറയും തോറും പ്രസന്റേഷൻ കൂടുന്നതായിട്ട് തോന്നുന്നു. നമ്മൾ വില കൂടി 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയുടെ മൊബൈലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങുമ്പോൾ പോലും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പാക്കേജിങ് കാണാറില്ല. പക്ഷെ ഒരു 3000-3500 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിന് വളരെ മികച്ചൊരു പാക്കേജിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മെറ്റൽ, പ്ലാസ്റ്റിക്, സിൽവർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ അറബിയാത്ത് പ്രസ്റ്റേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, 100 ml ആണ്, EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇനി അൺബോക്സ് ചെയ്യാം. അത് ഓൾറെഡി തുറന്നിരിക്കുന്നത് ഞാൻ. ബോക്സ് ഉണ്ടല്ലേ, ഇതാണ് ബോട്ടിൽ. താഴെ കിരീടം പോലെ അവിടെ പെർഫ്യൂം മെയ്ഡ് ഇൻ UAE. ബോട്ടിൽ കൊള്ളാം കേട്ടോ, ഭാരമുണ്ട്, നല്ല ഭാരമുണ്ട്. ഇത് ഒരു മെറ്റൽ എടുത്ത് കയ്യിൽ പിടിച്ച പോലെ തന്നെയാണ്. നമുക്ക് സ്റ്റീലിന്റെ ഒരു മെറ്റൽ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു തണുപ്പൊക്കെ തോന്നില്ലേ, അതൊരു കൂളിംഗ് എഫക്റ്റും ഉണ്ട്. നല്ലൊരു തണുപ്പ് ഉള്ളൊരു ബോട്ടിൽ കാഴ്ചയിൽ നേരിട്ടാണ് ഭയങ്കര ഭംഗി കേട്ടോ. പറഞ്ഞ പോലെ ഒരു മെറ്റാലിക് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കുപ്പി തന്നെയാണ്, മെറ്റലാണോ? ക്യാപ്പിന് ഭാരമുണ്ട്, കൊള്ളാം. കമ്പനി നെയിം അറബിയാത്ത് പ്രസ്റ്റേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമില്ല. ഈ ഒരു പെർഫ്യൂം ഞാൻ അറിയാൻ കാരണം, ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ കുറേ ആളുകൾ ഈ പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. LV ഇമാജിനേഷൻ്റെ 1:1 ക്ലോൺ ആണെന്ന് പലരും പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഏറെക്കുറെ ശരിയാണ്. ഇപ്പോൾ യൂട്യൂബിലെ ചില വീഡിയോസ് കണ്ടപ്പോൾ അതിനകത്ത് LV ഇമാജിനേഷൻ ഉള്ള ഒരാൾ തന്നെ, ഒരു യൂട്യൂബർ, അതായത് ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് ഇടത്തെ കയ്യിൽ ഒറിജിനൽ വലത് മാറി തിരിഞ്ഞു, ഒരു കയ്യിൽ മർവയും മറുകയിൽ LV ഇമാജിനേഷനും അടിച്ചിട്ട് ഇദ്ദേഹം തന്നെ മാറിപ്പോയി. ഇദ്ദേഹം പറഞ്ഞെന്താണ്, മർവ അടിച്ച കയ്യിലാണ് ഒറിജിനൽ LV എന്നും LV അടിച്ച കയ്യിലാണ് മർവ എന്നും മാറ്റി പറഞ്ഞു. അപ്പം അത്രയ്ക്ക് പ്രിസൈസ് ആയിട്ടാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് LV യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എനിക്കിത് റെക്കമെൻഡ് ചെയ്ത ലേഡി US-ലാണ്. അവരുടെ കയ്യിൽ ഓൾറെഡി LV ഇമാജിനേഷൻ കയ്യിലുണ്ട്. അവരും പറഞ്ഞു, എടാ ഇത് പക്ക ഒറിജിനലാണ്. LV ഇമാജിനേഷനിലുള്ള ഒരു മൈന്യൂട്ട് നോട്ടായിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന മൈന്യൂട്ട് അല്ല, അതിൽ പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു T നോട്ട് ഇതിലും ഉണ്ട്. നീ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നാട്ടിലുള്ള 1-2 പേരും വാങ്ങിയിട്ട് അവർക്ക് കോംപ്ലിമെന്റ് കിട്ടിയ കാര്യം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഹൈപ്പായി. പിന്നെ ഈ 2025 ഏറ്റവും അധികം ഹൈപ്പ് വന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ മർവ. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, എല്ലായിടത്തും ഈ മർവയെക്കുറിച്ച് വീഡിയോ, എവിടെ നോക്കിയാലും മർവയെക്കുറിച്ചുള്ള വീഡിയോ കാണാൻ പറ്റും. എங்கே பார்த்தாலும் മർവ. ഇനി ഇതിന്റെ മെയിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് സിട്രസ്, ഫ്രഷ് സ്പൈസി, ആംബർ, ഫ്രഷ് ഗ്രീൻ, വോം സ്പൈസി, വൂഡി, മസ്കി, സിനമൺ, അരോമാറ്റിക്. ഈ LV ഇമാജിനേഷൻ ഏകദേശം 38,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂം. ഇത് 3,000-3,500 ഇടയിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ പ്രൈസ് വാല്യൂ നോക്കണം, ഒന്ന് 38,000-ഉം ഒന്ന് 3,500-ഉം. അപ്പോൾ രാവും പകലും വ്യത്യാസമുണ്ട് പൈസയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ LV ഇമാജിനേഷൻ, എനിക്കറിയാം വീഡിയോ കാണുന്ന പലരുടെയും മനസ്സിലുള്ള ഒരു പെർഫ്യൂമാണ് LV ഇമാജിനേഷൻ. അതിന് അത്രമാത്രം ഹൈപ്പുണ്ട്. പക്ഷെ ഒരു ഫ്രഷ് പെർഫ്യൂമിന് 38,000 രൂപ വില മുടക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് പലർക്കും LV ഇമാജിനേഷനോട് ഒരു വിമുഖത കാണിക്കാനുള്ള ഒരു കാര്യം. പക്ഷെ അത് ഉപയോഗിക്കുന്നവർ പറയുന്നത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണെന്നാണ് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത്. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല പേഴ്സണലി, അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ എന്നെ ബാധിക്കുന്നതും ഈ പ്രശ്നം തന്നെയാണ്. ഇത്രയും വില കൊടുത്ത് ഒരു ഫ്രഷ് പെർഫ്യൂം വാങ്ങണം എന്നുള്ള ചിന്തയാണ് എന്നെയും ഇതിൽ നിന്ന് അല്പം ഒന്ന് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എങ്കിലും എൻ്റെ സെയിം വേവ് ലെങ്ത് ഉള്ള ആളുകൾ പറഞ്ഞിട്ട് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിനൊരു ഉത്തരവായിട്ടാണ് മർവ എന്ന് പറയുന്നത്. ഈ പെർഫ്യൂമിന്റെ മെയിൻ നോട്ടായിട്ട് ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ബെർഗാമോ, ലെമൺ, സിസിലിയൻ ഓറഞ്ച്, പിന്നെ ജിഞ്ചർ, നിറോലി,
സിലോണിലെ സിനമൺ ആണ്. ബേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ചൈനീസ് ബ്ലാക്ക് ടീ, പിന്നെ ആംബ്രോക്സൻ ഹെവി ആയതില്ല, പിന്നെ ഓൾബാനം, പിന്നെ ഗുവാക് വുഡ്. ഇത്രയാണ് ഇതിന്റെ നോട്ട് എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ഓ, സ്പ്രേയർ ഉണ്ടോ? ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നത് ബെർഗാമോ ലെമൺ സിസിലിയൻ ഓറഞ്ച്. ഇത്രയും നോട്ടാണ് ഓപ്പണിങ് കിട്ടുന്നത്. ഓ, അടിപൊളി. വെറുതെ അല്ല അവിടെ ഹൈപ്പ് ഉള്ളത്. ഹൈപ്പിന് 100% നീതി പുലർത്തുന്ന ഒരു സാധനം. മാത്രമല്ല, എനിക്ക് ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ട നല്ല പവർഫുൾ ആയിട്ടുള്ള സ്പ്രേയർ. അതോടൊപ്പം തന്നെ ആൽക്കഹോളിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിറ്റിന്റെ യാതൊരു കുത്തരുമില്ലാതെ ഓപ്പണിങ്ങിൽ തന്നെ മണമാണ് ഓപ്പണിങ്ങിൽ വരുന്നത്. ചില പെർഫ്യൂം ട്രൈ ചെയ്യുന്നവർക്കറിയാം, ട്രൈ ചെയ്യുമ്പോൾ ആദ്യം ആൽക്കഹോളിൽ ഒരു കുത്തൽ വരും. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വളരെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിന്തറ്റിക് ആയിട്ടുള്ള നോട്ടുകളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ട്രൈ ചെയ്തിട്ട് സിന്തറ്റിക് സ്മെല്ലായിട്ട് തോന്നുന്നില്ല. അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. മനസ്സിന് സമാധാനം തരുന്ന ഒരു മണം. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വറുത്താകുമ്പോൾ ഒരു സന്തോഷമില്ല, ഒരു മനസ്സിനൊരു എനർജി കിട്ടുന്ന ഒരു മണമാണ്. ഇതില് ടീ നോട്ട്, ബ്ലാക്ക് ടീ, കോഫി നോട്ടല്ല, ടീ. ഓ, അടിപൊളി. ഇത് ഞാൻ പേഴ്സണലി ഒരു 5-6 വാങ്ങിക്കും, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതില് ഒരു ടീ നോട്ടുണ്ട്. ആ ടീ നോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി. കാരണം ഇടുക്കിയിൽ നീലക്കുറിഞ്ഞ് പൂത്തപ്പോൾ അത് കാണാൻ പോയിരുന്നു. അപ്പം ഇടുക്കിയിലെ ശാന്തമ്പാറയിൽ ആ ഭാഗത്ത് തന്നെയാണ് ഒരു വീടിലായിരുന്നു ഒരു ഹോം സ്റ്റേ എടുത്തത്. ആ ഹോം സ്റ്റേയിൽ താമസിച്ച് രാവിലെ തന്നെ ശാന്തമ്പാറയിലേക്ക് കയറിയപ്പോൾ ഞങ്ങളൊരു അവിടെ നിന്ന് തന്നെ ഒരു ഫ്ലാസ്കിൽ കുറച്ച് ഈ ബ്ലാക്ക് ടീ എടുത്തിട്ട് പോയായിരുന്നു മുകളിൽ പോയി കുടിക്കാനായിട്ട്. കാര്യം അതിരാവിലെ ഇരുന്നിട്ട് പോയത്. ആ മല കയറി മുകളിൽ ചെന്നപ്പോൾ അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഏകദേശം 12-13 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 12-13 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ സംസാരിക്കുമ്പോൾ വായിന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ വായി ഇങ്ങനെ സ്മോക്ക് വരത്തില്ല. അതുപോലെ ആ മഞ്ഞ് കാരണം ഭയങ്കര തണുപ്പായിരുന്നു ആ സമയത്ത്. 12-13, പ്രത്യേകിച്ച് ഒരു ചൂടുള്ള സ്ഥലത്ത് നിന്ന് വന്ന എനിക്ക് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പം ചുറ്റും നീലക്കുറിഞ്ഞ് ഇങ്ങനെ പടർന്ന് പൂത്ത് കിടക്കുന്നു. അത് കാണാനായിട്ട് ആളുകൾ വരുന്നതേ ഉള്ളൂ. മല കയറി മുകളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഭയങ്കര ഗംഭീരമായിട്ടുള്ള കാഴ്ച. തമിഴ്നാടും പിന്നെ തണുത്ത കാറ്റും. അപ്പോൾ ഈ ഫ്ലാസ്കിൽ ഇരുന്ന കട്ടൻ ചായ ആ തണുപ്പത്ത് മലയുടെ മുകളിലിരുന്ന് ഞാനതിരുന്ന് കുടിച്ചു. അപ്പോൾ ഈ തന്ന വീട്ടുകാർ മൂന്നാർ അറിയാലോ, അല്ലെങ്കിൽ ഇടുക്കിയുടെ ഭാഗത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി തേയില കിട്ടുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫ്രഷായിട്ട് കട്ട് ചെയ്ത തേയില ഇലയുടെ ആ ഒരു മണം, അത് ഏത് ടൈപ്പാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കട്ടൻ ചായ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ടൻ ചായ ഞാൻ മലമുകളിലിരുന്ന് തണുപ്പത്ത് 12 ഡിഗ്രി സെൽഷ്യസിലിരുന്ന് കുടിച്ചത്. അപ്പോൾ കിട്ടിയ ഒരു മണവും അനുഭൂതിയും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അത് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ തേയിലത്തോട്ടത്ത് പാറയുടെ പുറത്ത് നിൽക്കുമ്പോൾ തേയിലത്തോട്ടത്ത് താഴേന്ന് ഇങ്ങനെ കോട ഇറങ്ങി നമ്മുടെ കയ്യിലും ശരീരത്തൊക്കെ തട്ടിപ്പോകുമ്പോൾ ഈ കോടയോടൊപ്പം തന്നെ താഴെ തേയില ചെടികൾക്കിടയിൽ നിന്ന് ഇല കട്ട് ചെയ്യുന്ന അവിടുത്തെ തൊഴിലാളികൾ ഇല കട്ട് ചെയ്യുമ്പോൾ ആ തേയിലയുടെ ഫ്രഷ് ആയിട്ടുള്ള അരോമാറ്റിക് സ്മെല്ല്, യാതൊരു കലർപ്പും മായവും ചേരാതെ ആ കോടയോടൊപ്പം നമ്മളെ തലോടി തഴുകി പോകുമ്പോൾ ഒരു ഫീൽ കിട്ടും. ആ ഒരു മണമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ബ്ലാക്ക് ടീയുടെ സ്മെല്ല്. ഇപ്പം പിടികിട്ടിയോ? തേയില ഇലയുടെ പച്ചയായ മണം, വളരെ സൂത്തിങ് ആയിട്ടുള്ള സ്മെല്ല്. ഈ കട്ടൻ ചായക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം, നവോന്മാദം എന്ന് പറയാം. മനസ്സിനൊരു സുഖം, ഒരു പ്രതീക്ഷ, ഒരു ആത്മനിർവൃതി അല്ലെങ്കിൽ ആനന്ദം, അതൊക്കെ തന്നെയാണ് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത്തരം അനുഭൂതികളാണ് നമുക്ക് ചില പെർഫ്യൂമുകൾ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ഒരു അനുഭൂതിയാണ് എനിക്ക് മർവ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പിടികിട്ടിയത്. ഞാൻ ആലോചിക്കുകയാണ്, ഒരു 3000-3500 രൂപയുടെ പെർഫ്യൂം ഇങ്ങനെയാണെങ്കിൽ ഇത് ഒറിജിനലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന LV ഇമാജിനേഷൻ അപ്പോൾ ഏത് വിധേനയായിരിക്കും? ഈ ഒരു അനുഭൂതിക്കാണ് ശരിക്കും നമ്മൾ പൈസ കൊടുക്കുന്നത്. അത് നമുക്ക് പൈസ കൊടുത്താലേ കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് ആംബ്രോക്സൻ ചേർത്തിട്ടുണ്ട്. ആംബ്രോക്സൻ പെർഫ്യൂമറിയിൽ ഒരു നല്ലൊരു ഫിക്സേറ്റീവ് ആണ്. എല്ലാ നോട്ടുകളും ഇത് എൻഹാൻസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആംബ്രോക്സൻ ആയതുകൊണ്ട് പല ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡോൾബി അറ്റ്മോസ് പോലെ പല ഭാഗത്ത് നിന്ന് ഇത് പ്രൊജക്ട് ചെയ്യും. ഏത് ഭാഗത്തു നിന്നാണ് ഈ മണം വരുന്നത് പറയാൻ പറ്റില്ല. ഒരു 7.2 അല്ലെ, ഒരു സ്പീക്കർ സിസ്റ്റം പോലെ ഒരു പല ഭാഗത്ത് സ്പ്രേ അടിക്കുന്ന ഭാഗത്തൊക്കെ ഇത് പ്രൊജക്ട് ചെയ്യും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ആംബ്രോക്സിന് അങ്ങനെ ഒരു കഴിവുണ്ട്, നമ്മുടെ ഡിയർ സുവാഷിലൊക്കെ ചേർത്തിരിക്കുന്ന പോലെ. അപ്പം എന്നെ സംബന്ധിച്ച് മനസ്സിന് സന്തോഷം തരുന്നൊരു മണം, കിട്ടുന്ന ഫീൽ ഇതാണ്. അതുപോലെ തന്നെ ഇത് സമ്മർ എന്നല്ല ഏത് സീസണിൽ യൂസ് ചെയ്യാം, പക്ഷേ ഈ ചൂട് സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മർവ.
എനിക്ക് ചൂടെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ സ്പെയിനിലെ ഈ അവധിക്കാല വസതി, വളരെ 450 കോടി രൂപ വില വരുന്ന ഒരു വീട്, മോഡേൺ ആർക്കിടെക്ട്, ആ രീതിയിൽ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വീട്, നല്ലൊരു ബാത്റൂം, അവിടെ ബാത്ത് ടബ് ഉണ്ട്, വെളുത്തു മെലിഞ്ഞ് പൂച്ചക്കണ്ണുള്ള ഒരു സായിപ്പ് അതിൽ കിടക്കുന്നു, ചുറ്റും കണ്ണാടി, അല്ലെങ്കിൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ബാത്റൂം കൂട്ടിക്കും. കാരണം കണ്ണാടിക്ക് അപ്പുറത്ത് ശാന്തമായ കടൽ, അവിടെ സൈഡിലൊക്കെ ആയിട്ട് പല നിറത്തിലുള്ള കടലാസ് പൂക്കൾ വിടർന്നു നിൽക്കുന്നു. ഈ ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് ആ കടലാസ് പൂക്കളും ആ കടലിലൂടെ പോകുന്ന കട്ടമരം അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള യാട്ട് കപ്പലുകൾ ദൂരെ ഇരുന്ന് ആസ്വദിക്കുന്നു. അത് ആ ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് നമ്മൾ ആസ്വദിച്ചിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി, ആ ഒരു റിച്ച് ഫീൽ, ലൈഫിൽ എന്തൊക്കെയോ നേടിയെന്നുള്ളൊരു ഫീൽ, അതൊക്കെയാണ് ഈ പെർഫ്യൂം കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന പല പല അനുഭൂതികൾ. പുറത്തടിച്ചിട്ട് ഇറങ്ങിപ്പോൾ കിട്ടിയ ഫീൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു മില്യണയറിന്റെ ഒരു ക്യാബിൻ എന്തായിരിക്കും അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അതാണ് ഇതിന്റെ മണം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വർത്തായിട്ടുള്ള പെർഫ്യൂമായിട്ടാണ് തോന്നിയത്. 2025 ഞാൻ ട്രൈ ചെയ്ത നല്ലൊരു പെർഫ്യൂമുകൾ ഒരെണ്ണമാണ് മർവ. ഈ ഹൈപ്പിനുള്ള സാധനമുണ്ട്. നിങ്ങൾ ഏത് പെർഫ്യൂം, എല്ലാ പെർഫ്യൂമും നല്ല തന്നെയാണ്. നമുക്ക് വർക്കൗട്ട് ആവാത്തത് കൊണ്ട് ഒരിക്കലും ഒരു പെർഫ്യൂം മോശമാവുന്നില്ല. മണം എന്ന് പറയുന്നത് എന്താണ്? മണം നല്ലതായതുകൊണ്ടാണ് മണം എന്ന് വിളിക്കുന്നത്, അല്ലെ? മണത്തിന് നേരെ വിപരീതമാണ് ദുർഗന്ധം. അപ്പൊ എല്ലാ പെർഫ്യൂമും നല്ല തന്നെയാണ്. നമുക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്നേ ഉള്ളൂ ചിലതൊക്കെ. അപ്പൊ നമുക്ക് വർക്കൗട്ട് ആവാത്തത് കൊണ്ട് ഒരിക്കലും മോശമാവില്ല. എന്നെ സംബന്ധിച്ച് എന്റെ വേവ് ലെങ്ത് ഉള്ള ആളുകൾ ഈ പെർഫ്യൂം ട്രൈ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഇത് ആരൊക്കെ യൂസ് ചെയ്യണം? മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യണം. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ഫ്രഷ് പെർഫ്യൂം ഗേൾസിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം, ലേഡീസ് ഏറ്റവും കൂടി പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള നോട്ടുകളാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവും. ഫ്രഷ് പെർഫ്യൂം ലേഡീസിന് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ, പുറത്ത് പോകുന്നവർ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സ്, ഇവർക്കൊക്കെ പെർഫ്യൂം യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പ്രശ്നം, കൂടുതൽ സമയവും ആളുകളുമായി അടുത്തിടപഴകുന്ന ഒരു മേഖലയാണല്ലോ ഈ മെഡിക്കൽ ഫീൽഡ്. അപ്പോൾ ഇവർക്ക് അടിക്കാനും പേടിയുണ്ട്. അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, ഒഫൻസീവ് ആകുമോ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമോ എന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പെർഫ്യൂം അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. വളരെ മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. കാരണം പേഷ്യൻസിന് ചിലപ്പോൾ തലവേദന സൃഷ്ടിച്ചാലോ, അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് കരുതി അവർ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഈ പെർഫ്യൂം വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് മർവ. അതൊന്ന്. പിന്നെ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളത്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ജിമ്മിന് പോവുക, സ്പോർട്സ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർ, അവർക്കൊക്കെ അവരുടെ ഒരു എനർജി ഇത് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും. കൂടുതൽ നമുക്ക് ഭാരം എടുക്കുക, കൂടുതൽ എന്താ പറയാ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു പ്രേരണ, ഒരു ഉൾപ്രേരണ നിങ്ങൾക്ക് തോന്നും. ചില മണങ്ങൾ, നാരങ്ങയ്ക്കും ഓറഞ്ചിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എനർജി ബൂസ്റ്റ് ചെയ്യുന്ന സാധനം. അതുപോലെ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. ഒരു എനർജി ഡ്രിങ്ക് എന്ന് പറയത്തില്ല, എനർജി നിറച്ചു വെച്ചൊരു സ്മെല്ല്. അപ്പൊ നിങ്ങളുടെ വർക്കൗട്ട് കൂടുതൽ സുഖകരമാകാനായിട്ട് ഈ സാധനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മണം കൂടെ നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഏത് പ്രായക്കാർക്കും, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്നവർക്കോ കോളേജിൽ പോകുന്നവർക്കോ, ഏത് പ്രായക്കാർക്കും ഏത് സാഹചര്യത്തിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കാലാവസ്ഥ, രാവിലെ യൂസ് ചെയ്യാം, ഉച്ചയ്ക്ക് അടിക്കാം, രാത്രി യൂസ് ചെയ്യാം, വൈകുന്നേരം യൂസ് ചെയ്യാം. അതിന് യാതൊരു പ്രശ്നമില്ല. കാലാവസ്ഥ പ്രശ്നമില്ല, ഒക്കേഷൻ പ്രശ്നമില്ല. പാർട്ടികളിലും ക്ലബിങ്ങുകളിലും എവിടെ വേണമെങ്കിലും, കല്യാണം, ഇതിന് മരിപ്പിന് വേണമെങ്കിൽ അടിച്ചിട്ട് പോകാം. ഒരു മരിപ്പുണ്ടായി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ അടിച്ചിട്ട് പോകാം. അതാണ് ഇതിന്റെ പ്രത്യേകത. വളരെ സേഫ് ആണ്, ഇനൊഫൻസീവ് ആണ്. ഇതിന്റെ ഡ്രൈ ഡൗണിൽ ഒരു പ്രത്യേകതരം മണം വരും. ഒരു സോപ്പി, ക്ലീൻ, ലോണ്ടറി ടൈപ്പ് സ്മെല്ല്. എന്താ പറയാ, വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കിയിട്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടുമ്പോൾ ഒരു ക്ലീൻ സ്മെല്ലില്ല, ക്ലീൻ സോപ്പി സ്മെല്ല്. പഴയ ഏരിയയിൽ ഇട്ട് തുണി കഴുകിയിട്ട് കിട്ടുമ്പോൾ ഒരു ക്ലീൻ സ്മെല്ല്, ക്ലീൻ സോപ്പി, ഫ്രഷ് ആയിട്ടുള്ള, എന്നാൽ അക്വാട്ടിക് അല്ല, എന്നാൽ സോൾട്ടി നോട്ടും അല്ല, പക്ഷെ ഒരു അക്വാട്ടിക് ടച്ച് ഉണ്ട്, പക്ഷെ സോൾട്ടി സ്മെല്ലല്ല. ഒരു ക്ലീൻ സ്മെല്ല്, ക്ലീൻ ഫ്രഷ് സ്മെല്ല്. പിന്നെ അതുപോലെ സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതിന്റെ ഡ്രൈ ഡൗണിൽ കിട്ടുന്ന ഒരു മണം. ഈ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ, ഗൾഫിലെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ, പെട്ടി പൊട്ടിക്കുമ്പോൾ ഒരു മണം വരും. അതെന്തിന്റെ മണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷെ ഒരു മണം. ഗൾഫിലെ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് ഗൾഫുകാരൻ വന്നത് അങ്ങനെ മനസ്സിലാവുന്നത്, അല്ലേ? ആ പെട്ടി പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമാണ് എനിക്ക് ഡ്രൈ ഡൗണിൽ കിട്ടുന്ന ഒരു ക്ലീൻ സ്മെല്ല്, ഒരു പ്രത്യേക ഒരു മണം. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലോങ്ജിവിറ്റി, ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് നമ്മുടെ നാടറിയാലോ, നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അല്ലെ? അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പെർഫ്യൂം നമ്മുടെ നാട്ടിൽ നിൽക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു പെർഫ്യൂം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ലോങ്ജിവിറ്റി കൊണ്ട് വർത്താണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ ലോങ്ജിവിറ്റി ഉണ്ട്. പ്രൊജക്ഷൻ, ഇത് പ്രൊജക്ഷൻ ആണ് എനിക്ക് പറയേണ്ടത്. ഭയങ്കര പ്രൊജക്ഷൻ ആട്ടോ, ഇത് ഹെവി ആയിട്ടുള്ള പ്രൊജക്ഷൻ ഇതിന്. ഞാനിത് 2 സ്പ്രേ അടിച്ചു. 2 സ്പ്രേ അടിച്ചിട്ട് ടെറസിൽ ഇരുന്നിട്ടാണ്, കാറ്റുണ്ടായിരുന്നു.
കാറ്റുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാനിത് കൊണ്ടുപോയിട്ട് മുകളിൽ വെച്ച് ടെറസിൽ വെച്ചിട്ട് 2 സ്പ്രേ അടിച്ചിട്ട് താഴെ വന്നപ്പോൾ താഴെ ഉണ്ടായിരുന്ന എൻ്റെ കസിൻസ് അവർ ചോദിച്ചു, നീ പെർഫ്യൂം അടിച്ചോന്ന് ചോദിച്ചു. ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത് കേട്ടോ താഴെ. ഞാൻ പറഞ്ഞത് കുറെ ആയല്ലോ. ആ, മുകളിൽ ഇരുന്നപ്പോൾ താഴെ നല്ലൊരു മണം വന്നു വന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ അടിച്ചിട്ട് കുറേതായി, അത് ആകെ 2 സ്പ്രേ ആണ് ഞാൻ അടിച്ചത്, എന്നിട്ട് അവർക്ക് ആ മണം എത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. നല്ല രീതിയിൽ സെന്റ് ക്ലൗഡ് ഇത് മേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോങ്ജിവിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഓഫീസിൽ കൊണ്ടുപോവുക, ഇതേപോലെ ഒരു ഡീക്കൻ്റ് ആക്കി നിങ്ങൾ ടോപ്പപ്പ് ചെയ്യുക, വർത്താണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ 5 ml 10 ml ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. വാങ്ങിയിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കുക ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടയോ. നിങ്ങൾക്ക് ഇത് ലോങ്ജിവിറ്റി കിട്ടുന്നുണ്ടോ, പ്രൊജക്ഷൻ കിട്ടുന്നുണ്ടോ. കാര്യം പെർഫ്യൂമാണ്, സബ്ജക്റ്റീവാണ്, പലർക്കും പല രീതിയിലായിരിക്കും. അതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. വർക്കൗട്ട് ആയാൽ മാത്രം 5 ml വാങ്ങി 10 ml വാങ്ങി വർക്കൗട്ട് ആയാൽ മാത്രം 3000-3500 രൂപ കൊടുത്ത് ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. താങ്ക് യു സോ മച്ച്.